Welcome back to my channel. If you are new here, I'm Arunima. Usually I crochet related videos are post there, and later I also started posting life related videos. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റിന്റെ ചെറിയൊരു കോർണറിൽ ഞാൻ എന്റേതായ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്റേതായ കുറച്ച് ക്രിയേഷൻസും അതുപോലെ ലൈഫിലെ കുറച്ച് കുട്ടി മൊമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആണിത്. അപ്പോൾ നിങ്ങൾക്കും ഇതിന്റെ ഒരു ഭാഗമാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. കുറച്ച് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അധികം ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് കമന്റ്സ്, ട്യൂട്ടോറിയൽ ചെയ്യുമോ, പ്ലീസ് ഡു ട്യൂട്ടോറിയൽ. ആൻഡ് കുറെ പേര് ചോദിക്കുന്നത് ഈ ടേപ്പസ്ട്രി ക്രോഷനിങ്ങിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഏറ്റവും ടഫായിട്ടുള്ള, അതായത് അധികം ആരും ചെയ്ത് കാണാത്തതാണ് ഈ ഒരു ടേപ്പസ്ട്രി ക്രോഷനിങ്. ഞാൻ മലയാളത്തിൽ ആരും അങ്ങനെ ടേപ്പസ്ട്രി ക്രോഷനിങ് ചെയ്തായിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ ഐ തോട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് എന്താ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മളെ സ്റ്റൈലൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം സ്ട്രീറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഔട്ട്ഫിറ്റിനൊക്കെ മാച്ചായിട്ട് എന്താ പറയുക സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പൈഡർമാൻ തീംഡ് ബീനിയാണ് നമ്മൾ ഇന്ന് ക്രോഷറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഐ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആൻഡ് ആക്ച്വലി ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം എൻ്റെ ചാനലിൽ ഞാനൊരു ക്രോഷറ്റ് ട്യൂട്ടോറിയൽ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് ടുഡേയ്സ് ട്യൂട്ടോറിയൽ ഈസ് ഹൗ ടു ക്രോഷറ്റ് എ ബ്യൂട്ടിഫുൾ സ്പൈഡർമാൻ തീംഡ് ബീനി. ആൻഡ് ഒരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടേപ്പസ്ട്രി ക്രോഷറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് കളർ സ്വിച്ചിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ പ്രൊജക്റ്റും എന്താ പറയുക കുളമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഐ വിൽ ക്ലിയർ ഇറ്റ്. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് ഇത്രയും മെറ്റീരിയൽസ് ആണ് നമ്മുടെ ഇന്നത്തെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത് വെയിറ്റ് ഫോർ ആക്രിലിക് ആണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 6mm ഹുക്കാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സ്ലിപ്പ് നോട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഈസിയസ്റ്റ് വേയിൽ സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത്. നമ്മളതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഹുക്ക് നമ്മൾ ആ ഒരു ലൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ ഒരു ചെറിയതും വലുതുമായിട്ടുള്ള സ്ട്രാൻഡ്സ് ഉണ്ടല്ലോ അത് പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിക്കുമ്പോൾ ടൈറ്റ് ആവും. എന്ന് പറഞ്ഞാൽ അധികം ടൈറ്റ് ആവാൻ പാടില്ല. നമ്മുടെ ആ ഒരു ലൂപ്പിൽ കൂടെ നമ്മുടെ ഹുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന രീതിയിൽ വേണം ആവാനായിട്ട്. നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തതിന് ശേഷം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 48 ചെയിൻസ് നമ്മൾ ടോട്ടൽ ചെയ്യണം. എന്നിട്ട് ആ 48 ചെയിൻ നമ്മൾ എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്തിട്ടാണ് ബാക്കി നമ്മൾ 47 ചെയിൻസിലായിരിക്കും ബാക്കി നമ്മൾ ഫുള്ള് പ്രൊജക്റ്റ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ 48 ചെയിൻസ് ടോട്ടൽ ചെയ്തിട്ടുണ്ട്. സോ അത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഞാനിവിടെ 6mm ഹുക്ക് യൂസ് ചെയ്യേണ്ടത് തന്നെ കുറച്ച് എന്താ പറയുക ലൂസായിട്ട് നമ്മുടെ സ്റ്റിച്ചെല്ലാം നിൽക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് ക്രോഷറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് ചെയ്യാൻ പോകുന്നത്. ചെയ്ത് വെച്ച ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് തിരിക്കുമ്പോൾ നമുക്ക് ബാക്കിൽ കൂടെ ബൾജ് ചെയ്ത് കുറച്ച് ഇത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്, ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റത്തെ ചെയിൻ അതായത് നമ്മുടെ 48 ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്യണം. ഇപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യാനായിട്ട് ആദ്യമേ നമ്മൾ യാൺ ഓവർ ചെയ്യുക. അതിന് ശേഷം നമ്മൾ മുമ്പേ കാണിച്ച ആ ബാക്കിൽ കൂടെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളത് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് 3 ലൂപ്സ് കിട്ടും. കണ്ടോ, 1 2 and 3 3 ലൂപ്സ് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു 3 ലൂപ്സ് കൂടെ എന്ത് ചെയ്യണം, യാൺ നമ്മൾ പുൾ ചെയ്യണം. അപ്പോഴാണിത് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആകാൻ പോകുന്നത്. എഗെയിൻ നമ്മൾ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ആ ബൾജ് നിൽക്കുന്ന ആ ഒരു ലൂപ്പിൽ കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക ഹുക്കിനെ. എന്നിട്ട് പുൾ ത്രൂ ചെയ്യുക. ദെൻ അഗെയിൻ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. അപ്പോൾ നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ സ്റ്റിച്ചിലും കൂടെയും ചെയ്യണം. ഓൾ ദി 42 സ്റ്റിച്ചസ് നമ്മൾ മേളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടും കൂടി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക.
അങ്ങനെ നമ്മൾ 42 ഹാഫ് ഡബിൾ ക്രോഷറ്റ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷറ്റ്സ് ആണ്. അതായത് മേളത്തെ 5 സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷറ്റാണ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീനിയുടെ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം കൂടി കൂട്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്യും. അതിൻ്റെ ടോപ്പ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ ഹാഫ് ഡബിൾ ക്രോഷറ്റ് എന്നാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ കുറച്ച് മെസ്സി ആവാൻ സാധ്യതയുണ്ട് അതിൻ്റെ ടോപ്പ് ഭാഗം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് ഷേപ്പിലിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ ക്രോഷറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി നീറ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ടോപ്പ് ഭാഗം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫിനിഷപ്പ് ചെയ്യാം. പിന്നെ സിംഗിൾ ക്രോഷറ്റിൻ്റെ കാര്യത്തിൽ നമ്മളങ്ങനെ ബാക്കിലത്തെ ബൾജ് ചെയ്ത് നിൽക്കുന്ന നമ്മൾ ആ ഒരു ഏരിയ കൂടെ നമ്മൾ എന്തായാലും സിംഗിൾ ക്രോഷറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ യൂഷ്വലി എങ്ങനെ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് സിംഗിൾ ക്രോഷറ്റ് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ എല്ലാ റോ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും, അതായത് ടോപ്പിലത്തെ ഭാഗമാണെങ്കിലും നമ്മളിപ്പോൾ താഴത്തെ ഭാഗമാണെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഒരു ചെയിൻ വൺ ഇടാൻ ഒരിക്കലും മറക്കരുത്. ചിലപ്പോൾ അത് കാരണം നമ്മുടെ ഫുൾ പ്രൊജക്റ്റ് മെസ്സി ആവാൻ സാധ്യതയുണ്ട്. അതായത് ഇങ്ങനെ കുറച്ച് ചിലയിടത്ത് കൂടി ചിലയിടത്ത് കുറഞ്ഞ് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാനായിട്ടാണ് എക്സ്ട്രാ ഒരു ചെയിൻ വൺ നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓരോ റോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ എക്സ്ട്രാ ഒരു ചെയിൻ ഇട്ടിട്ട് നമ്മുടെ പ്രൊജക്റ്റ് നമ്മൾ ഫ്ലിപ്പ് ചെയ്യാൻ പോവാണ്. എന്നിട്ടാണ് നമ്മളിനി നെക്സ്റ്റ് റോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ നമ്മുടെ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തുടങ്ങുന്നത് സിംഗിൾ ക്രോഷറ്റ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ ആ ഒരു 2 ലൂപ്സ് ഉണ്ടല്ലോ, അതിൻ്റെ രണ്ടിൻ്റെയും അടിയിൽ കൂടെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്ത് നമ്മൾ ആ സിംഗിൾ ക്രോഷറ്റ്സ് 5 തവണ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു ചെയിൻ വൺ ഇടത്തില്ല. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അത് ജസ്റ്റ് നമ്മൾ സ്കിപ്പാക്കിയിട്ട് യൂഷ്വലായിട്ടുള്ള ആ ഒരു 47 ചെയിൻസിലൂടെ ആയിരിക്കണം നമ്മൾ ചെയിൻ സ്റ്റിച്ചിലൂടെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷറ്റ് പിന്നെ സിംഗിൾ ക്രോഷറ്റ് ഒക്കെ ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മുടെ 5 സ്റ്റിച്ചിലൂടെ നമ്മൾ സിംഗിൾ ക്രോഷറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഡബിൾ ക്രോഷറ്റാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ലൂപ്പിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക, ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ബാക്ക് ലൂപ്പ്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ളതാണ് ഫ്രണ്ട് ലൂപ്പ്. അപ്പോൾ നമ്മൾ ബാക്ക് ലൂപ്പിലൂടെ ആയിരിക്കും ഈ ഒരു ഹോൾ പ്രൊജക്റ്റ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് സിംഗിൾ ക്രോഷറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല, ബാക്ക് ലൂപ്പ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ യൂഷ്വലായിട്ട് എങ്ങനെയാണ് സിംഗിൾ ക്രോഷറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് പോയാൽ മതി. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 42 ഹാഫ് ഡബിൾ ക്രോഷറ്റ്സ് ആണ്. അങ്ങനെ നമ്മൾ സെക്കൻഡ് റോ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റോ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെയിൻ വൺ എക്സ്ട്രാ ഒരെണ്ണം ആഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആക്കി ചെയിൻ വൺ ആഡ് ചെയ്തു, നമ്മൾ പ്രൊജക്റ്റ് ഫ്ലിപ്പും ചെയ്തു. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്കം. നമ്മുടെ പ്രൊജക്റ്റ് എങ്ങനെയായിട്ടോ പോകുന്നത്, മേളിൽ കാണുന്ന ഈ 5 സിംഗിൾ ക്രോഷറ്റ് ആയിരിക്കും ഇതിൻ്റെ മേളിലത്തെ ഭാഗം, അതായത് ടോപ്പ് ഭാഗം. അതുപോലെ തന്നെ താഴത്തെ 42 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആയിരിക്കും ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗം. നമ്മളിപ്പോൾ 2 റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു എക്സ്ട്രാ ഒരു 9 റോസും കൂടി ആഡ് ചെയ്യാൻ പോകുന്നത്, അതായത് ടോട്ടൽ 11 റോസാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മളിപ്പോൾ 2 റോ കംപ്ലീറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ 3rd റോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാഫ് ഡബിൾ ക്രോഷറ്റ് വെച്ചിട്ടായിരിക്കും. 4th റോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സിംഗിൾ ക്രോഷറ്റ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക. അങ്ങനെ ഞാൻ 11 റോസ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 12th റോ തൊട്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം മേളിൽ നിന്ന് താഴേക്കായിരിക്കും നമ്മൾ ക്രോഷറ്റ് ചെയ്ത് വരിക, അതായത് നമ്മുടെ ആ ഒരു ഐയുടെ പോർഷൻ ഇല്ല അത് ചെയ്ത് വരുന്നത് മേളിൽ നിന്ന് താഴോട്ടായിരിക്കും. എക്സ്ട്രാ റോസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ മാത്രം നമ്മൾ പോസ് ചെയ്യുക. അതായത് നമ്മുടെ പ്രൊജക്റ്റ് ഇപ്പം ഞാൻ പോസ് ചെയ്ത് വെച്ചേക്കുന്നത് 11th റോയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 13th റോയിൽ പോസ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് ഈ ഒരു എക്സ്ട്രാ ഈ ഒരു സ്പൈഡർമാൻ ബീനിയുടെ ആ ഒരു ഐ പോർഷൻ നമുക്ക് ക്രോഷറ്റ് ചെയ്ത് താഴോട്ട് വരാവുന്നതാണ്. ബീനി ഫോൾഡ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഏകദേശം 50 to 70 സ്റ്റിച്ചസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, ഇങ്ങനെ മടക്കി വെക്കാനായിട്ട്. അപ്പോൾ അതിന് മുകളിലോട്ടുള്ള
സ്റ്റിച്ചസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പാറ്റേൺ ഇൻക്ലൂഡ് ചെയ്തിട്ട്, അതായത് ആ ഒരു പിക്സൽ പാറ്റേൺ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ക്രോഷറ്റ് ചെയ്ത് തുടങ്ങുന്നത്. ആ ഒരു 50 സ്റ്റിച്ചിന് മുകളിലോട്ടുള്ള കുറച്ച് സ്റ്റിച്ച് നമ്മൾ വിട്ടിട്ടായിരിക്കും നമ്മുടെ പാറ്റേൺ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ അത് കൃത്യമായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. മുകളിലത്തെ 11 സ്റ്റിച്ചസും അതുപോലെ തന്നെ താഴത്തെ 19 സ്റ്റിച്ചസിലും നമ്മൾ ഒന്നും ചെയ്യത്തില്ല, ഫ്രീ ആയിട്ട് വിടുക. അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു 17 സ്റ്റിച്ചസ് ഉണ്ടല്ലോ, അവിടെയാണ് സ്പൈഡർമാൻ്റെ ആ ഒരു ഐസ് നമ്മൾ ക്രോഷറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ 11th റോ കംപ്ലീറ്റ് ആക്കിയിട്ട് 12th റോയിലോട്ട് പോകാനായിട്ട് നമ്മൾ ചെയിൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ പ്രൊജക്റ്റ് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുക, സിംഗിൾ ക്രോഷറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് യൂഷ്വലായിട്ട് നമ്മളെങ്ങനെ സിംഗിൾ ക്രോഷറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ 2 ഇതുണ്ടാവും. അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നമ്മൾ 5 സിംഗിൾ ക്രോഷറ്റ് മേളത്തെ ഭാഗത്ത് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കണം. അതിനുശേഷം ബാക്ക് ടു ഹാഫ് ഡബിൾ ക്രോഷറ്റ്, അതും ബാക്ക് ലൂപ്പിലൂടെ. നമ്മൾ എല്ലാ ഹാഫ് ഡബിൾ ക്രോഷറ്റും ബാക്ക് ലൂപ്പിലൂടെയാണ് ചെയ്യുന്നത്. ഇതേ മേളിൽ കാണുന്ന പിക്സൽ പാറ്റേണാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൽ കൂടുതൽ റെഡാണുള്ളത്. ഞാൻ ജസ്റ്റ് സ്വിച്ച് ചെയ്ത് ബ്ലാക്ക് ആക്കിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ റെഡ് ബീനിയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡ് വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലാക്കാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഈ ഒരു പിക്സലിൻ്റെ ഇമേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻട്രസ്റ്റിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. സ്പൈഡർമാൻ ബീനി പാറ്റേൺ അല്ലെങ്കിൽ സ്പൈഡർമാൻ പിക്സൽ പാറ്റേൺ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ പിൻട്രസ്റ്റിൽ. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാമിൽ. എൻ്റെ അക്കൗണ്ട് ഞാൻ ഇവിടെ താഴെ മെൻഷൻ ചെയ്യാം. അക്കൗണ്ട് ലിങ്ക് എൻ്റെ ചാനൽ ബയോയിലും അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ നമ്മുടെ 6 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഏകദേശം കംപ്ലീറ്റ് ആവാറായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാൺ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട്. സോ നമ്മൾ 6 ഹാഫ് ഡബിൾ ക്രോഷറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മുടെ 6ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് കണ്ടോ, ഈ 3 ലൂപ്സ് ഇങ്ങനെ നമ്മൾ എടുത്ത് വെക്കണം. നമ്മൾ സാധാരണ എന്താ ചെയ്യുക, 3 ലൂപ്സുകൾ നമ്മൾ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യാണ് ചെയ്യാറ്. സോ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ഒരു 3 ലൂപ്സ് നമ്മുടെ ഹുക്കിൽ തന്നെ വെച്ചിട്ട് നമ്മളെ ബാക്കിലോട്ട് നമ്മുടെ ആ ഒരു ബ്ലാക്ക് യാൺ സെക്യൂറായിട്ട് പിടിച്ച് സെറ്റാക്കി വെക്കുക. ആ 3 ലൂപ്പും നമ്മുടെ ഹുക്കിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ റെഡ് യാൺ എടുക്കുക. എന്നിട്ട് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ബാക്ക് സൈഡിലോട്ട് നമ്മൾ ആ റെഡ് യാണിനെ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് നമ്മുടെ കൈയുടെ എന്താ പറയുക ഇൻഡെക്സ് ഫിംഗറോ അല്ലെങ്കിൽ മിഡിൽ ഫിംഗറോ വെച്ച് ജസ്റ്റ് ഒന്ന് പിടിച്ച് വെക്കുക. 2 യാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു വിരളം ഉണ്ടെന്ന് സെക്യൂർ ആക്കി അവിടെ നിന്ന് ടൈറ്റായിട്ട് വെച്ചിരിക്കണം. എന്നിട്ടാണ് നമ്മൾ ആ ഒരു 3 ലൂപ്സിൽ കൂടെ ഈ ഒരു റെഡ് യാണിന് നമ്മൾ പുൾ ത്രൂ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ ഈ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ച് കൗണ്ട് തെറ്റാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾ ആ മേളിൽ കാണിക്കുന്ന പാറ്റേൺ ഒന്ന് ഫോളോ ചെയ്ത് പോയാൽ മാത്രം. അപ്പോൾ നമ്മുടെ റോങ് സൈഡിലുള്ള ബ്ലാക്ക് ആണ് ഒന്ന് ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്ത് ഒന്ന് സെക്യൂർ ആക്കി വെക്കുക. കാരണം അത് കുറച്ച് ലൂസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ടൈറ്റായിട്ട് പുള്ള് ചെയ്ത് ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മുടെ മിഡിൽ ഫിംഗർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ 3 ലൂപ്സ് നമ്മുടെ ഹുക്കിൽ തന്നെ ഉള്ളതുണ്ടല്ലോ അതിലേക്ക് നമ്മൾ പുൾ ത്രൂ ചെയ്യാം. ആ 3 ലൂപ്സിൽ കൂടെ നമ്മുടെ റെഡ് യാണ് എന്ത് ചെയ്യണം, പുള്ള് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ആ ഒരു ഇത് കംപ്ലീറ്റ് ആയി, അതായത് നമ്മുടെ 6 ഹാഫ് ഡബിൾ ക്രോഷറ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ റെഡിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ 8 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആയിരിക്കും ഈ ഒരു റെഡ് കളർ വെച്ച് ചെയ്യാൻ പോകുന്നത്. അതായത് ബാക്ക് ലൂപ്പിലൂടെ തന്നെ ആയിരിക്കും ഈ ഒരു റെഡ് കളറും പാറ്റേണും എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു 8 തവണ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു റെഡ് കളർ വെച്ചിട്ട് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യണം. നമ്മൾ ഈ ഒരു റെഡ് യാൺ വെച്ച് വർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ റോങ് സൈഡിൽ നമ്മുടെ യാണെല്ലാം ടൈറ്റായിട്ട് എന്നാണോ ഇരിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. അപ്പോൾ എല്ലാം പുള്ളി ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കി ടൈറ്റാക്കി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ്. ഇവിടെ ആയിരിക്കും നമ്മുടെ പാറ്റേൺ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ബാക്ക് ടു 8 ഹാഫ് ഡബിൾ ക്രോഷറ്റിലേക്ക് യാൺ ഓവർ ചെയ്യുക. ആ ഒരു ബാക്ക് ലൂപ്പിൽ കൂടെ നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, പുൾ ത്രൂ ആൻഡ് 3 ലൂപ്സ് കിട്ടും. എഗെയിൻ പുൾ ത്രൂ ഓൾ ദ 3 ലൂപ്സ്. അങ്ങനെ നമ്മൾ ഒരു 8 ടൈംസ് ചെയ്യണം. അങ്ങനെ നമ്മൾ നമ്മുടെ 12th റോയിലെ കളർ സ്വിച്ചിങ്ങിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് നമ്മുടെ 8th സ്റ്റിച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 8ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇൻകംപ്ലീറ്റ് ആക്കിയിട്ട് ബാക്കിലോട്ട് ആ റെഡ് യാണ് നമ്മൾ കൊണ്ടുപോവുക. എന്നിട്ട് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറോ അല്ലെങ്കിൽ മിഡിൽ ഫിംഗറോ വെച്ച് ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് പിടിച്ചിട്ട് അവിടെ നിന്ന് നമ്മുടെ ബ്ലാക്ക് യാണിനെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവന്നിട്ട് ഈ ഒരു 3 ലൂപ്സ് എടുത്ത് വെച്ച് നീക്കൂടെ പുൾ ത്രൂ ചെയ്ത് ആ ഒരു 8ാമത്തെ സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലാക്ക് യാൺ ഉണ്ടായിരിക്കും ഈ ഒരു റോ കംപ്ലീറ്റ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ബാക്ക് ലൂപ്പിലൂടെ ഹാഫ് ഡബിൾ ക്രോഷറ്റ്. നമ്മുടെ റെഡ് യാൺ ബാക്കിൽ നല്ല സെക്യൂർ ആയിട്ട് ടൈറ്റായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ നെക്സ്റ്റ്
സ്റ്റിച്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാഫ് ഡബിൾ ക്രോഷറ്റിങ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ 28 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആയിരിക്കും ഈ ഒരു റോയിൽ ഇനി ബാക്കി നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ 12th റോ അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഏകദേശം 28th സ്റ്റിച്ച് നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ചെയിൻ വണ്ണും കൂടി ആഡ് ചെയ്തിട്ട് പ്രൊജക്റ്റ് ഫ്ലിപ്പ് ചെയ്തിട്ട് നമ്മളിനി നെക്സ്റ്റ് റോ, അതായത് നമ്മുടെ 13th റോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ 13th റോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് താഴെ നിന്നാണ്, അതുകൊണ്ട് തന്നെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആയിരിക്കും. സോ 26 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു ഇമേജിൽ ഞാൻ 24ാമത്തെ സ്റ്റിച്ചിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷമുള്ള 4 സ്റ്റിച്ചസ്, അതായത് 25, 26, 27, 28 പിക്സൽ ഇമേജിനകത്ത് നമ്മൾ 26ാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ യാൺ സ്വിച്ച് ചെയ്യാനുള്ളത്. ബട്ട് ഞാൻ അറിയാതെ 27th സ്റ്റിച്ചിൽ പോയി യാൺ സ്വിച്ച് ചെയ്ത് അങ്ങനെ അവിടെ ചെറുതായിട്ടൊരു കളർ വേരിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് ഞാൻ കൃത്യമായിട്ട് പാറ്റേൺ മേളിൽ ഞാൻ എഴുതി കാണിക്കുമ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് 25ാമത്തെ സ്റ്റിച്ചാണ്, അതായത് നമ്മുടെ 25ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ്. സോ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ഓൾ ദ 3 ലൂപ്സ്. എഗെയിൻ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ഇവിടെ നമ്മൾ പോസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്തിനാണ് പോസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയാണ്, അതായത് നമ്മുടെ 26ാമത്തെ സ്റ്റിച്ചാണ് ഹാഫ് വേയിൽ നിർത്തിയിട്ട് യാൺ കളർ മാറ്റിയിട്ട് നമ്മൾ റെഡിലോട്ട് മാറ്റുന്നത്. സോ വീഡിയോയിൽ ഇവിടെയാണ് നമ്മൾ കണ്ടോ യാൺ സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ പോകുന്നത്. ആക്ച്വലി ഒരു സ്റ്റിച്ച് നമ്മൾ പുറകിലോട്ട് പോയിട്ടായിരുന്നു ചെയ്യേണ്ടത്. അത് ഞാൻ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു റെഡ് കളറിലാണെങ്കിലും നമ്മൾ 9 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റോ നമ്മൾ താഴെ നിന്ന് മേളിലോട്ടാണ് ചെയ്തു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു കാണുന്ന കേട്ടോ എൻ്റെ ഫ്രണ്ട് സൈഡ്, ആൻഡ് ഇതാണ് നമ്മുടെ റോങ് സൈഡ്. അപ്പോൾ നമ്മൾ റോങ് സൈഡിലോട്ട് ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ ബ്ലാക്ക് യാണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ കൈ വെച്ച് നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കണം. അതിന് ശേഷം വേണം നമ്മൾ റെഡ് യാൺ വെച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് ഈ ഒരു റെഡ് കളറിൽ ചെയ്യാനുള്ളത്. നമ്മൾ യാൺസ് കളർ സ്വിച്ച് ചെയ്യുമ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഫുള്ളായിട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ബാക്ക് ലൂപ്പിൽ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്ത് പോകണം. ഇപ്പം നമ്മൾ 2 സ്റ്റിച്ച് ബാക്കിയുള്ളപ്പോഴാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷറ്റ് പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുള്ളത്. ഈ പാറ്റേണിൽ ഞാനിപ്പോൾ ഒരു ക്രോസ് മാർക്ക് ഇട്ടിട്ടുണ്ട്. അവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ യാൺ സ്വിച്ച് ചെയ്യാനുള്ള ഹാഫ് ഡബിൾ ക്രോഷറ്റ് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് നമ്മൾ ബാക്ക് ടു ബ്ലാക്ക് യാണിലോട്ട് മാറുന്നത്. അപ്പോൾ കളർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് ഇതുപോലെ എടുത്ത് വെക്കണം, ഹാഫ് ഡബിൾ ക്രോഷറ്റിൻ്റെ പകുതി ചെയ്തിട്ട്. എന്നിട്ട് നമ്മൾ ആ റെഡ് യാൺ എന്ത് ചെയ്യണം, നമ്മുടെ റോങ് സൈഡിലോട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കണം. എന്നിട്ട് റോങ് സൈഡിൽ നിന്ന് തന്നെ നമ്മുടെ ബ്ലാക്ക് യാണിനെ എടുത്തിട്ട് നമ്മുടെ ഹുക്കിലുള്ള ആ 3 ലൂപ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, പുൾ ത്രൂ ചെയ്യണം. എന്നിട്ട് ബാക്ക് ടു നമ്മുടെ ബ്ലാക്ക് യാൺ കൊണ്ടിട്ട് ബാക്ക് ലൂപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യണം. നമ്മളപ്പോൾ 7 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആയിരിക്കും ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ നമ്മുടെ 7 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 5 സിംഗിൾ ക്രോഷറ്റും കൂടി ചെയ്യണം. സോ നമ്മൾ നമ്മുടെ 5th സിംഗിൾ ക്രോഷറ്റും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റോ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, എക്സ്ട്രാ ഒരു ചെയിൻ വണ്ണും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് ഫ്ലിപ്പ് ചെയ്യണം. അപ്പോൾ ദിസ് ടൈം നമ്മൾ മേളിൽ നിന്ന് താഴോട്ടായിരിക്കും ചെയ്തു വരിക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ
ഈ ഒരു റോയുടെ വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം ബ്ലാക്ക് കളറാണ് നമ്മൾ ആദ്യമേ 5 സിംഗിൾ ക്രോഷറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ ഒരു 8 ഹാഫ് ഡബിൾ ക്രോഷറ്റും കൂടി ചെയ്യുക. 8ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കാതെ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് എടുത്ത് വെച്ചിട്ട് ബാക്ക് ടു നമ്മൾ എന്ത് ചെയ്യണം, റെഡ് കളറാണോട്ട് സ്വിച്ച് ചെയ്യണം. അപ്പോൾ റെഡ് കളറാണ് നമുക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ 1ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് കംപ്ലീറ്റ് ആക്കുക, എന്നിട്ട് 2ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് കംപ്ലീറ്റ് ആക്കാതെ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് എടുത്ത് വെക്കുക, എന്നിട്ട് നമ്മൾ വൈറ്റ് കളറാണോട്ട് സ്വിച്ച് ചെയ്യുക. അപ്പോൾ വൈറ്റ് കളറാണ് വെച്ചിട്ട് നമുക്ക് 5 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ 5ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, യാൺ സ്റ്റിച്ച് ചെയ്യണം ബാക്ക് ടു റെഡ് കളർ. അപ്പോൾ റെഡ് കളറിൽ നമുക്ക് 3 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് ചെയ്യാനുള്ളത്. അപ്പോൾ 3ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ ഹാഫ് വേയിൽ നിർത്തിയിട്ട് ഇവിടെ ഹുക്കിൽ 3 ലൂപ്സ് ഉണ്ടാവും റെഡ് കളറിൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യാൺ സ്റ്റിച്ച് ചെയ്യണം ബ്ലാക്ക് കളറിലോട്ട്. എന്നിട്ട് നിങ്ങൾ നേരെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്ത് പോവുക ബാക്ക് ലൂപ്പിൽ കൂടെ. റോ കംപ്ലീറ്റ് ആകുമ്പോൾ എക്സ്ട്രാ ഒരു ചെയിൻ വേണം കൂടി ആഡ് ചെയ്യുക. റോ 50ൽ നമുക്ക് 21 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് ചെയ്യാനുള്ളത്. നമ്മൾ 21ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് കംപ്ലീറ്റ് ചെയ്യാതെ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ അത് ഇതുപോലെ 3 ലൂപ്സ് നമ്മുടെ ഹുക്കിൽ എടുത്ത് വെച്ചിട്ട് നമ്മുടെ യാൺ എന്ത് ചെയ്യുക, ബാക്കിലേക്ക് ഒന്ന് മാറ്റി നമ്മുടെ റോങ് സൈഡിലേക്ക് മാറ്റി നല്ല സെറ്റാക്കി നമ്മൾ എന്താ കൈ വെച്ച് നല്ല ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് നമ്മൾ നമ്മുടെ റെഡ് കളർ യാൺ എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ്. ഈ റോയിൽ കുറച്ച് താഴോട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ റെഡ് യാൺ എടുക്കുമ്പോൾ കുറച്ച് സ്പേസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് യാൺ എടുക്കാൻ ശ്രമിക്കുക. കുറച്ച് ടൈറ്റായിട്ട് നമ്മൾ ക്രോഷറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആ ഒരു പാറ്റേൺ കാണാൻ വലിയ ഭംഗി ഉണ്ടാകത്തില്ല. സോ കുറച്ച് ലൂസായിട്ട് നമ്മൾ ഈ ബാക്കിൽ നമ്മൾ യാൺ ഇങ്ങനെ ചേഞ്ച് ചെയ്തെടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ 4 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് ചെയ്യേണ്ടത്. അപ്പം 4ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, യാൺ സ്റ്റിച്ച് ചെയ്യണം വൈറ്റിലോട്ട്. അങ്ങനെ നമ്മൾ 3 ലൂപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ റെഡ് യാൺ നമ്മൾ റോങ് സൈഡിലേക്ക് മാറ്റി നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ സെക്യൂറായിട്ട് പിടിച്ച് വെച്ചിട്ടുണ്ടാണ്. എന്നിട്ട് നമ്മൾ യാൺ സ്റ്റിച്ച് ചെയ്യുക വൈറ്റിലോട്ട്. വൈറ്റിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ്. അപ്പം നമ്മൾ 6ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് നമ്മൾ എന്ത് ചെയ്യണം, പകുതിക്ക് വെച്ച് നിർത്തണം. എന്നിട്ട് നേരെ നമ്മൾ യാൺ സ്റ്റിച്ച് ചെയ്യണം റെഡിലോട്ട്. റെഡിൽ നമുക്ക് ചെയ്യാനുള്ളത് 2 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ്. ഇതാണ് 6ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡ് യാൺ എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് നേരെ നമ്മൾ യാൺ സ്റ്റിച്ച് ചെയ്യുക. സോ പുൾ ത്രൂ ഓൾ ദ 3 ലൂപ്സ്. അങ്ങനെ നമ്മൾ യാൺ സ്റ്റിച്ച് ചെയ്ത് റെഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ റെഡിൽ നമുക്ക് ചെയ്യാനുള്ളത് 2 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ്. സോ ഇതാണ് നമ്മുടെ 1ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ്. അപ്പോൾ 2ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തുക. എന്നിട്ട് 3 ലൂപ്സ് നമ്മുടെ ഹുക്കിലുണ്ടാവും. എന്നിട്ട് നേരെ നമ്മൾ യാൺ സ്റ്റിച്ച് ചെയ്യുക ബ്ലാക്കിലോട്ട്. എന്നിട്ട് നമ്മൾ ബ്ലാക്ക് യാണിൽ നമുക്ക് ചെയ്യാനുള്ളത് 9 ഹാഫ് ഡബിൾ ക്രോഷറ്റും 5 സിംഗിൾ ക്രോഷറ്റും ആണ്. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റോ അവിടെ തീരുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ഒരു ചെയിൻ വണ്ണം കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ പ്രൊജക്റ്റ് നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് റോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. റോ 16 നമുക്ക് ചെയ്യാനുള്ളത് 5 സിംഗിൾ ക്രോഷറ്റും 10 ഹാഫ് ഡബിൾ ക്രോഷറ്റും ആണ്. 10ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാൺ ഓവർ ചെയ്യുക നമ്മുടെ ഹുക്കിനെ. എന്നിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ലൂപ്സ് കിട്ടും. അപ്പോൾ നമ്മൾ റോങ് സൈഡിലേക്ക് നമ്മുടെ ആ ബ്ലാക്ക് യാൺ മാറ്റി വെച്ചിട്ട് റോങ് സൈഡിൽ നിന്ന് നമ്മുടെ റെഡ് യാണിനെ നമ്മൾ പുൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഹുക്കിലൂടെ ആ 3 ലൂപ്സ് കൂടെ നമ്മൾ പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ആ ഒരു സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയി. അതായത് നമ്മൾ ആ 10ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ റെഡ് യാണിൽ നമുക്ക് ചെയ്യാനുള്ളത് 2 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ്. നമ്മൾ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് ഇനി ചെയ്യാൻ പോകുന്നത്. സോ അതിന് നമ്മൾ യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ലൂപ്സ് കിട്ടും നമ്മുടെ റെഡ് യാണിൽ. ദെൻ വൈറ്റ് യാൺ എടുക്കുക. നമ്മൾ ആ 3 ലൂപ്സിൽ കൂടെ നമ്മൾ പുൾ ത്രൂ ചെയ്യുക.
വൈറ്റ് ആണല്ലോ നമുക്ക് ചെയ്യാനുള്ളത്. 7 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ എല്ലാ സ്റ്റിച്ചും ടൈറ്റായിട്ട് തന്നെയാണോ ഇരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്കൊന്ന്. അപ്പോൾ നമ്മൾ 7 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 6th ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. സോ ഇതാണ് നമ്മുടെ 7th ഹാഫ് ഡബിൾ ക്രോഷറ്റ്. നമ്മൾ യാൺ ഓവർ ചെയ്തു, ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, 3 ലൂപ്സ് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിൽ നിന്ന് നമ്മുടെ റെഡ് യാണിനെ പുൾ ചെയ്യണം, എന്നിട്ട് എഗെയിൻ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. അങ്ങനെ നമ്മൾ 7 ഹാഫ് ഡബിൾ ക്രോഷറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡ് കളർ യാണിലായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ റെഡിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. സോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ്. 1 and 2. രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് നമ്മളങ്ങനെ ചെയ്തു. ആൻഡ് മൂന്നാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് നമ്മൾ യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ദെൻ പുൾ ത്രൂ ചെയ്യുമ്പോൾ 3 ലൂപ്സ് കിട്ടും. ദെൻ നമ്മൾ യാൺ സ്റ്റിച്ച് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട്. നമ്മൾ ബ്ലാക്ക് യാൺ എടുക്കുക, ദെൻ പുൾ ത്രൂ ഓൾ ദി 3 ലൂപ്സ്, എന്നിട്ട് നമ്മൾ താഴോട്ട് നമ്മൾ ഫുൾ ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് ചെയ്തു പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് 20 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ്. അപ്പോൾ 20 ഹാഫ് ഡബിൾ ക്രോഷറ്റ് പ്ലസ് ചെയിൻ 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു 16th റോ കംപ്ലീറ്റ് ആകും. ഞാൻ ഈ താഴോട്ട് ക്രോഷറ്റ് ചെയ്യുന്നത് കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സ്റ്റിച്ച് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് നമ്മൾ മുമ്പേ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നമുക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ അതേ നമ്മൾ നെക്സ്റ്റ് റോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റോ 17 നമുക്ക് ചെയ്യാനുള്ളത് 19 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ്. ഞാനിവിടെ 15 ഹാഫ് ഡബിൾ ക്രോഷറ്റ് വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ 1 2 3 and 4. ഞാൻ ഈ 4 എന്ന് മീൻ ചെയ്യുന്നത് 19ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റിനെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 19ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ്. യാൺ നമ്മൾ റോങ് സൈഡിലേക്ക് മാറ്റുക, എന്നിട്ട് റെഡ് യാണിനെ നമ്മൾ പുള്ള് ചെയ്തെടുക്കുക, ദെൻ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, ദെൻ ബാക്ക് ടു റെഡ് കളർ. അപ്പോൾ റെഡ് കളറിൽ നമുക്ക് ചെയ്യാനുള്ളത് 3 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ്. ഇപ്പോൾ നമ്മൾ ഒരെണ്ണം ചെയ്തു, രണ്ടാമത്തതും ചെയ്തു. മൂന്നാമത്തത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ റോങ് സൈഡിലേക്ക് കൃത്യമായിട്ട് നമ്മൾ യാൺ പുള്ള് ചെയ്യുക, എന്നിട്ട് യാൺ സ്റ്റിച്ച് ചെയ്യുക വൈറ്റിലോട്ട്. അപ്പോൾ വൈറ്റിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ്. അങ്ങനെ നമ്മൾ 7th ഹാഫ് ഡബിൾ ക്രോഷറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ 3 ലൂപ്സ് ഹുക്കിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡ് യാൺ പുള്ള് ചെയ്തെടുക്കുക, എന്നിട്ട് നമുക്ക് റെഡ് യാണിൽ ചെയ്യാനുള്ളത് 2 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ്. സോ ഒന്നാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ നമ്മൾ ഹാഫ് വേയിൽ ചെയ്ത് വെക്കുക, എന്നിട്ട് എഗെയിൻ നമ്മൾ ബാക്ക് ടു ബ്ലാക്ക് യാണിൽ നമുക്ക് ചെയ്യാനുള്ളത് 11 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ്. കൂടെ തന്നെ 5 സിംഗിൾ ക്രോഷറ്റും. സോ ഈ റോ കംപ്ലീറ്റ് ആവാനായിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ചെയിൻ 1 കൂടി ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 17th റോ കംപ്ലീറ്റ് ആവും. ഇങ്ങനെയായിരിക്കും നമ്മുടെ 17th റോ ആകുമ്പോൾ വരെ നമ്മുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവുക. സോ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടിയിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ആ പിക്സൽ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ ചെയ്തു വരുന്നതെന്ന്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്സൽ പാറ്റേണിൽ ബ്ലാക്കും വൈറ്റും വെച്ചിട്ടാണ് ഐസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചെയ്യുന്നത് ഇവിടെ റെഡും വൈറ്റും വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 18th റോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 5 സിംഗിൾ ക്രോഷറ്റും 12 ഹാഫ് ഡബിൾ ക്രോഷറ്റുമാണ് ചെയ്തിട്ടുള്ളത്. സോ 12ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് നമ്മൾ ഹാഫ് വേയിൽ നിർത്തുക, എന്നിട്ട് നമ്മൾ റോങ് സൈഡിൽ നിന്ന് നമ്മുടെ റെഡ് യാണിനെ പുൾ ചെയ്യുക. അപ്പോൾ റെഡ് യാൺ നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ്. സോ ഫസ്റ്റ് വേണ്ടാണ് ഇത്. നമ്മൾ യാൺ ഓവർ ചെയ്തു, ഹുക്ക് ബാക്ക് ലൂപ്പിലൂടെ ഇൻസേർട്ട് ചെയ്തു, ദെൻ പുൾ ത്രൂ ചെയ്തപ്പോൾ നമുക്ക് 3 ലൂപ്സ് കിട്ടി. ദെൻ എഗെയിൻ പുൾ ത്രൂ ചെയ്ത് നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. സോ സെക്കൻഡ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഹാഫ് വേയിൽ അതുപോലെ ചെയ്ത് നിർത്തുക. എന്നിട്ട് 3 ലൂപ്സ് നമ്മുടെ ഹുക്കിലുണ്ടാകുമ്പോൾ നമ്മൾ ദെൻ കളർ സ്വിച്ച് ചെയ്യുക. സോ ബാക്ക് ടു വൈറ്റ് കളർ. സോ വൈറ്റ് കളറിൽ നമുക്ക് ചെയ്യാനുള്ളത് 7 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ്. ഇപ്പം ഞാൻ യാൺ സ്റ്റിച്ച് ചെയ്തപ്പോൾ നമുക്ക് ആ റെഡ് യാൺസിനെ കാണാൻ പറ്റുന്നുണ്ട്, കുറച്ച് ലൂസായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിലൂടെ നമ്മൾ ആ യാണൊന്ന് ജസ്റ്റ് പുള്ള് ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് ടൈറ്റായിട്ടിരുന്നുള്ളൂ. സോ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക. ദെൻ നമ്മൾ ബാക്ക് ടു വൈറ്റ് കളറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് ചെയ്യാനുള്ളത്.
എഗെയിൻ നമ്മൾ വൈറ്റ് യാണിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചിൽ എത്തിയിട്ടുണ്ട്. സോ യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ബാക്ക് ലൂപ്പിലൂടെ. എന്നിട്ട് നമ്മുടെ വൈറ്റ് യാണിനെ ബാക്കിലോട്ടൊന്ന് മാറ്റി വെക്കുക, അതായത് നമ്മുടെ റോങ് സൈഡിലേക്ക്. എന്നിട്ട് 3 ലൂപ്സിൽ കൂടെ നമ്മൾ നമ്മുടെ റെഡ് യാണിനെ പുൾ ത്രൂ ചെയ്തെടുക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് റെഡ് കളറിൻ്റെ ഇതായിരിക്കും. സോ റെഡ് കളർ നമുക്കിവിടെ ചെയ്യാനുള്ളത് 2 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. സോ നമ്മൾ ഫസ്റ്റ് ആണ് ഈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ്. സോ സെക്കൻഡ് വണ്ണിൽ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല. ബാക്കിലോട്ട് നമ്മുടെ റെഡ് യാണിനെ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക് ടു ബ്ലാക്ക് കളർ. സോ ബ്ലാക്ക് യാൺ നമ്മൾ എടുക്കുക. എന്നിട്ട് സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഹാഫ് ഡബിൾ ക്രോഷറ്റ്. അപ്പോൾ ഇവിടെ ചെയ്യാനുള്ളത് 19 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. എക്സ്ട്രാ ചെയിൻ വണ്ണും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റോ 19 ആണ്. സോ നമ്മൾ താഴെ നിന്നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആയിരിക്കും ഈ റോയുടെ സ്റ്റാർട്ടിങ്ങിൽ. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് 19 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. അങ്ങനെ നമ്മൾ 19ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ 3 ലൂപ്സ് നമ്മുടെ ഹുക്കിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ യാൺ സ്വിച്ച് ടു റെഡ് കളർ. റെഡ് കളറിൽ നമുക്ക് ചെയ്യാനുള്ളത് 2 ഹാഫ് ഡബിൾ ക്രോഷറ്റ് തന്നെയാണ്. എഗെയിൻ യാൺ ഓവർ ചെയ്യുക. ദെൻ നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ബാക്ക് ലൂപ്പിലൂടെ. ദെൻ പുൾ ത്രൂ ചെയ്യുമ്പോൾ 3 ലൂപ്സ് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ റെഡ് യാൺ നമ്മൾ ബാക്കിലേക്ക്, അതായത് നമ്മുടെ റോങ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വൈറ്റ് കളറിലേക്ക് സ്വിച്ച് ചെയ്യുക. സോ വൈറ്റ് കളറിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്തു. എഗെയിൻ സെയിം പ്രോസസ്സ് തന്നെയാണ്. യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ദെൻ പുൾ ത്രൂ ചെയ്യുക, 3 ലൂപ്സ് കിട്ടും. ദെൻ പുൾ ത്രൂ ഓൾ ദ 3 ലൂപ്സ്. സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ 6th ഹാഫ് ഡബിൾ ക്രോഷറ്റ് എത്തുമ്പോൾ നമ്മൾ ഹാഫ് വേയിൽ നിർത്തുക. ദെൻ യാൺ സ്വിച്ച് ചെയ്യുക റെഡിലോട്ട്. അപ്പോൾ റെഡിൽ നമുക്ക് ചെയ്യാനുള്ളത് 2 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. സോ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡ് കളറിൻ്റെ. സോ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ. സോ രണ്ടാമത്തെ നമ്മൾ ഹാഫ് വേയിൽ നിർത്താൻ 3 ലൂപ്സ് നമ്മുടെ ഹുക്കിലുണ്ടാവണം. എന്നിട്ട് നമ്മൾ യാൺ സ്വിച്ച് ചെയ്യുക ടു ബ്ലാക്ക് കളർ. സോ ബ്ലാക്ക് കളറിൽ നമുക്ക് ചെയ്യാനുള്ളത് 13 ഹാഫ് ഡബിൾ ക്രോഷറ്റും 5 സിംഗിൾ ക്രോഷറ്റും ആണ്. എന്നിട്ട് ചെയിൻ ഒന്നും കൂടി ആഡ് ചെയ്ത് നമ്മുടെ ഈ ഒരു റോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന റോ 20 സോ നമ്മൾ മെയിനാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് തന്നെ 5 സിംഗിൾ ക്രോഷറ്റ് ചെയ്യുക. അതിനുശേഷം 14 ഹാഫ് ഡബിൾ ക്രോഷറ്റും ചെയ്യുക. സോ 14ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാതെ ഹാഫ് വേയിൽ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് നമ്മൾ കളർ സ്വിച്ച് ചെയ്യാൻ പോവാണ്. സോ ടു റെഡ് കളർ. അപ്പോൾ റെഡ് കളറിൽ നമുക്ക് ചെയ്യാനുള്ളത് 2 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. അതിനായിട്ട് റോങ് സൈഡിൽ നിന്ന് റെഡ് യാൺ പുൾ ചെയ്തെടുക്കുക. എന്നിട്ട് 3 ലൂപ്സിലൂടെ നമ്മൾ പുൾ ത്രൂ ചെയ്യുക. ദെൻ എഗെയിൻ സെയിം പ്രോസസ്സ് തന്നെ, ഹാഫ് ഡബിൾ ക്രോഷറ്റ് ബാക്ക് ലൂപ്പിലൂടെ. അപ്പോൾ റെഡിൽ നമുക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യണമെന്നുള്ള പറഞ്ഞു, അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഹുക്കിലെ 3 റെഡ് ലൂപ്സിലൂടെ നമ്മുടെ വൈറ്റ് യാണിനെ പുൾ ത്രൂ ചെയ്യുക. ദെൻ എഗെയിൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി ടൈറ്റാക്കി വെക്കുക. ദെൻ നമുക്ക് വൈറ്റ് കളറിൽ വർക്ക് ചെയ്ത് തുടങ്ങാം. സോ വൈറ്റ് കളറിൽ നമുക്ക് ചെയ്യാനുള്ളത് 4 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. അപ്പോൾ നമ്മൾ 4ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യാതെ പകുതിക്ക് വെച്ചിട്ട് ദെൻ യാൺ സ്വിച്ച് ടു റെഡ് കളർ. റെഡ് കളറിൽ നമുക്ക് ചെയ്യാനുള്ളത് 3 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. അപ്പോൾ 3ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് എത്തുമ്പോൾ നമ്മൾ റെഡ് കളറിൻ്റെ അത് നമ്മൾ യാൺ സ്വിച്ച് ചെയ്യുക ടു ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളറിൽ നമുക്ക് ചെയ്യാനുള്ളത് 19 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. എക്സ്ട്രാ ഒരു ചെയിൻ ഒന്നും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഈ റോയിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റോ 21 ആണ്. സോ നമ്മൾ താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് വർക്ക്, അതുകൊണ്ട് തന്നെ 20 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യുക. 20ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് നമ്മൾ ഇൻകംപ്ലീറ്റ് ആക്കിയിട്ട് യാൺ സ്വിച്ച് ചെയ്യുക റെഡിലേക്ക്. അപ്പോൾ റെഡിൽ നമുക്ക് ചെയ്യാനുള്ളത് 2 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. ഇപ്പം നമ്മൾ 20ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ദെൻ പുൾ ത്രൂ ചെയ്യുക, 3 ലൂപ്സ് കിട്ടും. ദെൻ നമ്മൾ റെഡ് യാൺ എടുക്കുക,
ദെൻ പുൾ ത്രൂ ഓൾ ദ 3 ലൂപ്സ്. അപ്പോൾ നമ്മൾ ആ ഒരു 20th ഹാഫ് ഡബിൾ ക്രോഷറ്റ് അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡ് കളറിൻ്റെ 2 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. സോ ഒന്നാമത് ഇവിടെ ചെയ്തു, രണ്ടാമത്തേൻ്റെ നമ്മൾ ഹാഫ് ഡേയിൽ നിർത്തുക. ദെൻ നമ്മൾ വൈറ്റ് കളർ പുൾ ചെയ്യുക. സോ വൈറ്റ് കളറിൽ നമുക്ക് ചെയ്യാനുള്ളത് 3 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇവിടെ ചെയ്തു, സെയിം പ്രോസസ്സ് തന്നെയാണ്. യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ദെൻ പുൾ ത്രൂ ചെയ്യുമ്പോൾ 3 ലൂപ്സ് കിട്ടും, പിന്നെ പുൾ ത്രൂ ഓൾ ദ 3 ലൂപ്സ്. അപ്പോൾ മൂന്നാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് നമ്മൾ ഇൻകംപ്ലീറ്റ് ആക്കി വെക്കുക. ദെൻ 3 ലൂപ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് ടു റെഡ് കളർ. റെഡ് കളറിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ 2 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മൾ രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റിൽ നിർത്തുക. എന്നിട്ട് ദെൻ ബാക്ക് ടു ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളറിൽ നമുക്ക് ചെയ്യാനുള്ളത് 15 ഹാഫ് ഡബിൾ ക്രോഷറ്റും 5 സിംഗിൾ ക്രോഷറ്റും ആണ്. എന്നിട്ട് എക്സ്ട്രാ ചെയിൻ വണ്ണം കൂടി ആഡ് ചെയ്ത് ഈ ഒരു റോയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ 22ാമത്തെ റോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണ നമ്മൾ മേലിൽ നിന്ന് താഴോട്ടാണ് ക്രോഷറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ 5 സിംഗിൾ ക്രോഷറ്റ് ആദ്യമേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 16 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് യാൺ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ 16ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 3 ലൂപ്സ് നമ്മുടെ ഹുക്കിലുള്ളപ്പോൾ നമ്മളവിടെ പോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ റെഡ് യാണിനെ ബ്രിങ് ചെയ്തിട്ട് ഹുക്കിലെടുത്ത് വെച്ചേക്കുന്ന ആ ഒരു 3 ലൂപ്സിലൂടെ നമ്മൾ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡ് കളറിലാണ്. അപ്പോൾ റെഡ് കളറിൽ നമുക്ക് ചെയ്യാനുള്ളത് 5 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. അപ്പോൾ യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ദെൻ പുൾ ത്രൂ ചെയ്യുമ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് ഉണ്ടാകും. ആ 3 ലൂപ്സിലൂടെ നമ്മൾ എഗെയിൻ യാൺ ഓവർ പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷറ്റ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 5 തവണ ചെയ്യണം. അങ്ങനത്തെ 5ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന റെഡ് കളറിൽ യാൺ ഓവർ ചെയ്തു, ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, പുൾ ത്രൂ ചെയ്തപ്പോൾ 3 ലൂപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹുക്കിൽ. എന്നിട്ട് അതോടെ പോസ് ചെയ്തിട്ട് ദെൻ ബാക്ക് ടു ബ്ലാക്ക് കളർ. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുള്ള് ബ്ലാക്ക് കളറിലായിരിക്കും. അപ്പോൾ ബ്ലാക്ക് കളറിൽ നമുക്ക് ചെയ്യാനുള്ളത് 21 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. അപ്പോൾ എഗെയിൻ നമ്മൾ യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് 3 ലൂപ്സ് നമ്മുടെ ഹുക്കിൽ കിട്ടും. ദെൻ അത് എഗെയിൻ നമ്മൾ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. അങ്ങനെ ചെയ്ത് നമ്മൾ 21 ഹാഫ് ഡബിൾ ക്രോഷറ്റ് കംപ്ലീറ്റ് ചെയ്ത് എന്നിട്ട് എക്സ്ട്രാ ഒരു ചെയിൻ വണ്ണം കൂടി ആഡ് ചെയ്ത് ഈ ഒരു റോയിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ലെഫ്റ്റ് സൈഡ് ലാസ്റ്റ് റോയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ 23ാമത്തെ റോയാണ് ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് 22 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. 22ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റിൽ നമ്മൾ യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് പുൾ ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് 3 ലൂപ്സ് നമ്മുടെ ഹുക്കിൽ കിട്ടും. അപ്പോൾ അതവിടെ പോസ് ചെയ്തിട്ട് നമ്മൾ റെഡ് കളറിലെടുക്കുക. എന്നിട്ട് റെഡ് കളർ വെച്ചിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെഡിൽ നമുക്ക് ചെയ്യാനുള്ളത് 3 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ റെഡ് യാൺ എടുത്തിട്ടുണ്ട്, നമ്മൾ 3 ലൂപ്സ് കൂടെ പുൾ ത്രൂ ചെയ്തു. അപ്പോൾ ആ ഒരു ബ്ലാക്ക് യാണിൻ്റെ 22 ഹാഫ് ഡബിൾ ക്രോഷറ്റ് അവിടെ കംപ്ലീറ്റ് ആയി. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡിൻ്റെ 3 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റിച്ച്. ആൻഡ് യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ബാക്ക് ലൂപ്പിലൂടെ. എന്നിട്ട് നമ്മുടെ പുൾ ത്രൂ ചെയ്യുമ്പോൾ 3 ലൂപ്സ് നമ്മുടെ ഹുക്കിലുണ്ടാവും. ദെൻ എഗെയിൻ യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക ആ 3 ലൂപ്സിലൂടെ. അപ്പോൾ സെക്കൻഡ് സ്റ്റിച്ച് അവിടെ കംപ്ലീറ്റ് ആകും. അപ്പോൾ 3ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റിൽ നമ്മൾ യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, അപ്പോൾ പുൾ ത്രൂ ചെയ്യുമ്പോൾ 3 ലൂപ്സ് കിട്ടും. എന്നിട്ട് റെഡ് യാൺ നമ്മുടെ റോങ് സൈഡിലേക്ക് മാറ്റിയിട്ട് ബ്ലാക്ക് യാൺ എടുത്തിട്ട് ആ 3 ലൂപ്സിലൂടെ പുൾ ത്രൂ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റിച്ച് അവിടെ കംപ്ലീറ്റ് ആവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് കളറിലാണ്. അപ്പോൾ ബ്ലാക്ക് കളറിൽ നമുക്കിനി ചെയ്യാനുള്ളത് 17 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷറ്റ് എല്ലാം നമ്മൾ ബ്ലാക്ക് ലൂപ്പിലൂടെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ 17 ഹാഫ് ഡബിൾ ക്രോഷറ്റ് നമ്മൾ ചെയ്തിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സിംഗിൾ ക്രോഷറ്റ് ആണ്. 5 സിംഗിൾ ക്രോഷറ്റ് കൂടി ചെയ്തിട്ട് ചെയിൻ വണ്ണം കൂടി എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റോ ഇവിടെ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് 24ാമത്തെ റോയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് 5 സിംഗിൾ ക്രോഷറ്റും 42 ഹാഫ് ഡബിൾ ക്രോഷറ്റും ആണ്. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷറ്റ് എല്ലാം നമ്മൾ ചെയ്യുന്നത് ബാക്ക് ലൂപ്പിലൂടെ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ദെൻ ചെയിൻ വണ്ണം കൂടി ആഡ് ചെയ്ത് ഈ ഒരു റോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ 25ാമത്തെ റോ ചെയ്യുമ്പോൾ താഴെ നിന്നായിരിക്കും തുടങ്ങുക. അതുകൊണ്ട് തന്നെ 42 ഹാഫ് ഡബിൾ ക്രോഷറ്റും 5 സിംഗിൾ ക്രോഷറ്റും ആയിരിക്കും ചെയ്യേണ്ടത്.
പിന്നെ എക്സ്ട്രാ ഒരു ചെയിൻ വണ്ണും കൂടി ആഡ് ചെയ്ത് ആ ഒരു റോയെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് 26ാമത്തെ റോയാണ്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാനുള്ളത് 5 സിംഗിൾ ക്രോഷറ്റും 42 ഹാഫ് ഡബിൾ ക്രോഷറ്റും ആണ്. അപ്പോൾ ചെയിൻ വണ്ണും കൂടി ആഡ് ചെയ്ത് ആ ഒരു റോയെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ലെഫ്റ്റായി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ലെങ്തിൽ നിങ്ങൾ ബാക്കിയുള്ള യാൺസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് സെക്യൂറായിട്ട് ഒന്ന് സോ ചെയ്യണമെങ്കിൽ നമ്മൾ അത്യാവശ്യം ഈ ബീനിയുടെ ലെങ്തിൽ തന്നെ നമുക്ക് ആ യാൺസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതായത് റെഡ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. നമ്മൾ ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ കട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ 2 ബോൾസ് ഓഫ് യാൺ എടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ റെഡും വൈറ്റും മാത്രം ഒരു അപ്രോക്സിമേറ്റ് ലെങ്തിൽ നിങ്ങൾ കട്ട് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ബാക്കി നമ്മൾ ആ 24th 25th അതുപോലെ തന്നെ 26th റോയും ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുവരെ ചെയ്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫ്രം 27th റോ ഞാൻ വീഡിയോ റെക്കോർഡ് ആക്കിയിട്ടില്ല. ബിക്കോസ് സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റൈറ്റ് ഐസിൻ്റെ പാറ്റേൺ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ 2 ഐസും ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ പിക്സൽ പാറ്റേൺ ക്രോഷറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പോർഷൻ കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ടോപ്പിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ 5 സിംഗിൾ ക്രോഷറ്റും 42 ഹാഫ് ഡബിൾ ക്രോഷറ്റും ചെയ്യണം. അതുപോലെ തന്നെ താഴെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ 42 ഹാഫ് ഡബിൾ ക്രോഷറ്റും 5 സിംഗിൾ ക്രോഷറ്റും കൂടി ചെയ്യണം. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ആഡ് ചെയിൻ വൺ. ഓരോ റോസ് കഴിയുമ്പോഴും നമ്മൾ ചെയിൻ വണ്ണും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ആ ഒരു റോ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ ഒരു 10 റോസും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ട മെഷർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 52 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മെഷർമെൻറ്റ് മെഷറിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ഹെഡിൻ്റെ സർക്കംഫറൻസ്, അതായത് ചുറ്റിനുള്ള അളവാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് അനുസരിച്ച് നമുക്ക് എത്ര റോ വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട മെഷർമെൻറ്റിൽ നിന്ന് ഒരു എക്സ്ട്രാ റോ കൂടിയാലോ കുറഞ്ഞാലോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പാനൽ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ മാക്സിമം താഴെ തന്നെ എൻഡ് ചെയ്യാൻ നോക്കുക വർക്ക്. ബിക്കോസ് നമ്മൾ താഴെ നിന്നാണ് 2 സൈഡിൽ നിന്നും ജോയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ് താഴെ തന്നെ മാക്സിമം ക്രോഷറ്റ് ചെയ്ത് നിർത്താൻ ഞാൻ പറയുന്നത്. അപ്പോൾ 2 സൈഡും കൂടി ജോയിൻ ചെയ്യുന്നതിന് മുന്നേ വേറെ കുറച്ച് പരിപാടികളുണ്ട്. നമ്മുടെ ഈ പിക്സൽ പാറ്റേൺ യൂസ് ചെയ്ത സ്ഥലത്ത് കുറച്ച് യാൺ ഉണ്ടല്ലോ. അപ്പോൾ റെഡും വൈറ്റ് യാൺസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് ഒരു ഡിസൈഡ് ലെങ്തിലാക്കി വെക്കുക. നമുക്കത് സോ ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ അത് നമുക്കിനി നോക്കാം എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ റെഡും വൈറ്റും യാൺസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ബ്ലാക്ക് യാൺ കട്ട് ചെയ്യാൻ പാടില്ല. ബിക്കോസ് നമുക്കത് കുറച്ച് ചെയ്യാനുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ കുറച്ച് ലെങ്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പം ഞാനെൻ്റെ ഈ ഒരു വർക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുവാണ്. അപ്പോൾ എനിക്കെന്തായാലും കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് താഴെ തന്നെ ക്രോഷറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് യാൺ ടെയിൽസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചതൊന്ന് സോ ചെയ്തിട്ട് എല്ലാം ഒന്ന് ഫിനിഷായിട്ട് നീറ്റാക്കി വെക്കാം. അപ്പോൾ സോ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ഡാർണിങ് നീഡിലാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി സോ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇങ്ങനെ ഇതൊന്ന് സോ ചെയ്യുന്നതെന്ന്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഓരോ യാൺ വീതം നമുക്ക് എടുത്തിട്ട് ഡാർണിങ് നീഡിലോട്ടാക്കിയിട്ട് നമുക്ക് എല്ലാം സോ ചെയ്ത് വെക്കാം. അപ്പോൾ അത് ഞാനിവിടെ സ്റ്റിച്ചിൻ്റെ ലൂപ്പിലേക്ക് അത് ഇൻസേർട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെലിക്കൽ രീതിയിലാണ് ചെയ്ത് പോകേണ്ടത്. കണ്ടോ, ഞാൻ ചുറ്റി 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 ഓരോ സ്റ്റിച്ചിലാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ ചുറ്റി 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 ചുറ്റിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഒന്ന് സെക്യൂറാക്കി വെക്കുക. നമ്മളിപ്പോൾ താഴെ നിന്ന് മേളിലോട്ടല്ലേ ചെയ്ത് പോയത്. അപ്പോൾ ഇനി നമ്മൾ മേളിൽ നിന്ന് താഴോട്ടാണ് ചെയ്ത് വേണ്ട. ആ സെയിം യാണ് വെച്ച് തന്നെ അപ്പോൾ വന്ന സ്റ്റിച്ചിലൂടെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി മാക്സിമം പുറത്തു വരാത്ത രീതിയിൽ ടൈറ്റായിട്ട് തന്നെ ചെയ്ത് വെക്കാം. പിന്നെ ചെയ്യുന്ന വഴിക്കതേ നമ്മുടെ ആ ഒരു യാണിൻ്റെ എൻഡ് നമ്മുടെ നീഡിൽ നിന്ന് പോവാതെ സൂക്ഷിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് കുറച്ചും കൂടി പാടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാണ് ചെയ്യാനായിട്ട്.
ഏകദേശം അത് സെക്യൂറായിട്ട് അവിടെ ഇരിക്കുക എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീഡിൽ വെച്ച് തന്നെ ഒരു നോട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതൊന്ന് ടൈ ചെയ്ത് വെക്കാം. പിന്നെ അത് നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ കിട്ടും. നമ്മുടെ ആ ഒരു റെഡ് കളറിലുള്ള ആ ഒരു പോർഷൻ തന്നെ കവർ ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പോകാം. ജസ്റ്റ് നിങ്ങൾ എല്ലാം ഒന്ന് ടൈറ്റായിട്ട് നൂലുകളൊന്നും പുറത്ത് വരാത്ത രീതിയിൽ, അതായത് നമ്മൾ എത്ര എന്ത് ചെയ്താലും പുറത്ത് വരാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മേളിൽ നിന്ന് അങ്ങോട്ടും താഴോട്ടും നിന്ന് മേലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തവണ ചെയ്യുമ്പോഴത്തേക്ക് അത് ഏകദേശം ഒന്ന് സെക്യൂറായിട്ട് അവിടെ ഒന്ന് ഫില്ലായിട്ട് ഇരുന്നോളും, പുറത്തേക്കൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ആദ്യമേ ചെയ്ത പോലെ ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. നമ്മൾ കുറച്ച് നീറ്റായിട്ട് കിട്ടുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് സൈഡും കൂടി ജോയിൻ ചെയ്യാനാണ്. നമ്മൾ പ്രൊജക്റ്റ് എൻഡാക്കിയ ലാസ്റ്റ് സ്റ്റിച്ചിൽ വിത്തൗട്ട് ചെയിൻ വൺ ആ ഒരു ലൂപ്പ് ലീവ് ചെയ്യുക. അതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു റോയുടെ 42ാമത്തെ സ്റ്റിച്ച്, അതായത് ഞാൻ 1 എന്ന് മെൻഷൻ ചെയ്തേക്കുന്ന അവിടെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതുപോലെ ആ ഒരു ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സോ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇൻസേർട്ട് ആക്കിയിട്ട് ആ ഒരു കട്ട് ചെയ്ത് വെച്ച് ഞാൻ ബാക്കിലോട്ടാക്കിയിട്ട് നമ്മുടെ ആ ഒരു മാറ്റി വെച്ച ലൂപ്പ് ഉണ്ടല്ലോ അതൊന്ന് നമ്മൾ ടൈറ്റാക്കി വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലോട്ട് ഇങ്ങനെ ആക്കിയാൽ മതി, ഒന്ന് പുൾ ത്രൂ ചെയ്താൽ മതി. സ്ലിപ്പ് സ്റ്റിച്ച് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന പോലെ ആയിരിക്കും നമ്മുടെ സ്റ്റിച്ചസ് ഉണ്ടാവുക രണ്ട് സൈഡിലെയും. സെക്കൻഡ് പിക്ചറിലെ കൂട്ടാണെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലെയും സ്റ്റിച്ചസിലൂടെ ഈ ഒരു ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ആദ്യമേ 2 സ്റ്റിച്ചസിലൂടെ നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കുറച്ച് ടൈറ്റായിട്ടുണ്ടാവും, അതൊന്ന് മാനേജ് ചെയ്തിട്ട് നിങ്ങൾ മെല്ലെ ചെയ്യുക. സോ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈക്വലായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ സ്റ്റിച്ചിനെ അതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച് ആയിക്കഴിഞ്ഞു. അപ്പോൾ അതുപോലെ 47 സ്റ്റിച്ചിലും നമ്മൾ ഈക്വലായിട്ട് തന്നെ ചെയ്ത് പോവുക സ്ലിപ്പ് സ്റ്റിച്ച്. സോ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ഇല്ലുസ്ട്രേഷൻ ഇവിടെ നിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 2 സ്റ്റിച്ചിലൂടെ അടിയിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക. ദെൻ ജസ്റ്റ് ഒന്ന് പുൾ ത്രൂ ചെയ്താൽ മതി, സ്ലിപ്പ് സ്റ്റിച്ച് ആയി കഴിഞ്ഞു. അപ്പോൾ അതുപോലെ നമുക്ക് 47 സ്റ്റിച്ച് നമുക്കതുപോലെ ചെയ്തെടുക്കണം.
ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിംഗിൾ ക്രോഷറ്റിലാണ്. അപ്പോൾ ദേ നമ്മൾ തീരാറായിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലെയും ഈക്വലായിട്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ചുകൾ നോക്കി വേണം ചെയ്യാനായിട്ട്. അതെ, അതുപോലെ തന്നെയാണ് രണ്ട് സ്റ്റിച്ചിലൂടെ ഇൻസേർട്ട് ചെയ്യുക, ദെൻ സ്ലിപ്പ് സ്റ്റിച്ച്. 47 സ്റ്റിച്ചസിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഒരു ചെയിൻ 1 കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് അവിടെ വെച്ച് നിർത്താം. ഇനി നമ്മൾ ആ ടോപ്പ് പോർഷനായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചെയിൻ 1 ചെയ്തതിന് ശേഷം ആ സ്റ്റിച്ച് ഒന്ന് ടൈറ്റ് ആക്കുക. എന്നിട്ടൊരു ലോങ് ടെയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 150 to 200 സെൻറ്റിമീറ്റർ ലെങ്തിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. കാരണം കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും കുറയാൻ പാടില്ല. അപ്പോൾ അത് രണ്ട് സൈഡെങ്കിലും നമ്മൾ അറ്റാച്ച് ചെയ്തപ്പോൾ അത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബീനി നമ്മളൊന്ന് തിരിച്ചിടണം. അതായത് അകത്തത്തെ ഭാഗം പുറത്ത് വരുന്ന പോലെ പുറത്തെ ഭാഗം അകത്ത് വരുന്ന എന്ന രീതിയിലൊന്ന് തിരിച്ചിടുക. എന്നിട്ട് നമുക്ക് മേലത്തെ ഭാഗം എല്ലാം ഒന്ന് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ ഒരു ബീനി. അപ്പോൾ അകത്തെ ഭാഗം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്ലീറ്റ് എടുക്കുന്ന പോലെ രീതിയിൽ ഇങ്ങനെ മടക്കി എല്ലാം ഒന്ന് അടുപ്പിച്ച് ടോപ്പ് ഭാഗം ഒന്ന് അടുപ്പിച്ച് കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ലോങ് ടെയിൽ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു ഡാർണിങ് നീഡിൽ നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇനി സോ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സോ ചെയ്യാൻ പോവാണ്. അപ്പം ആദ്യമേ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് 2 തവണ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അത് രണ്ടും കൂടി കൂട്ടിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ തയ്ക്കാൻ പോവാണ് ആ ടോപ്പിലത്തെ ഭാഗം. അപ്പോൾ അത് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി അതായത് ചുറ്റിനും ഇങ്ങനെ മടക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ 2 മടക്കി ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുക ഹുക്ക്. ദെൻ നല്ല ടൈറ്റായിട്ട് നല്ല വലിച്ച് നല്ല മുറുക്കി തന്നെ നമ്മളത് സ്റ്റിച്ച് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ലൂസായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാകത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഓരോരോ പ്ലീറ്റ്സ് പോലെ ഇങ്ങനെ ആക്കിയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഓരോ കുഞ്ഞു പ്ലേറ്റിലൂടെ നമ്മളിങ്ങനെ നമ്മുടെ നീഡിലിങ്ങനെ കൊണ്ടുപോയി അതായത് ഇങ്ങനെ കൊറുത്ത് പോകുമ്പോൾ അത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് അതൊന്ന് പുള്ളി ചെയ്യുമ്പോൾ നല്ല എല്ലാം ഒതുങ്ങി അടുത്തേക്ക് ഇങ്ങനെ വന്ന് എല്ലാം ഒന്ന് ജോയിൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാം ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു മടക്കി ഇനി ലാസ്റ്റിൽ നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അല്ലാതെ ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ എല്ലാം ഒന്നും ഇത് ഒരിക്കലും നമ്മൾ നേരെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് മെസ്സി ആവാൻ സാധ്യതയുണ്ട്. അപ്പം കൃത്യമായിട്ട് ഇതുപോലെ നമ്മൾ തിരിച്ചിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് എല്ലാ സ്റ്റിച്ചിലൂടെയും അതായത് ടോപ്പിലത്തെ എല്ലാ സ്റ്റിച്ചിലൂടെയും നമ്മുടെ ഈ ഒരു നീഡിൽ പോയിട്ടുണ്ടാവണം. എങ്കിലേ അതൊന്ന് സെക്യൂറായിട്ട് ടൈറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പം അതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു യാൺ പിടിച്ച് ഇങ്ങനെ പുള്ള് ചെയ്യുമല്ലോ, ആ സമയത്ത് ചെറുതായിട്ട് നമ്മുടെ കൈ മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം കാരണം അത്യാവശ്യം നന്നായിട്ട് വലിക്കുമ്പം അങ്ങനെ കൈക്ക് നല്ല വേദനയാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് നോക്കുക. ഇപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു സ്ഥലമൊക്കെ നമുക്കൊന്നും കൂടി പെർഫെക്റ്റായിട്ടൊന്ന് എല്ലാം ഒന്ന് തുന്നി അടുപ്പിച്ച് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അത് ഈ ഒരു വീഡിയോ കാണുന്ന പോലെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക.
ടോപ്പിലത്തെ ഭാഗം ഏകദേശം നമുക്ക് ഓക്കെ ആയെന്ന് തോന്നുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് നോക്കണം. അതായത് റോങ് സൈഡല്ല, ഇതിൻ്റെ നമ്മളുടെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പോർഷൻ എങ്ങനെ നല്ല വൃത്തിയായിട്ടാണ് ഉള്ളത്, എവിടെയെങ്കിലും പൊങ്ങിയോ താഴ്ന്നോ എന്തെങ്കിലും സ്റ്റിച്ച് പുറത്തോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കി, എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വീണ്ടും തിരിച്ചിട്ടിട്ട് ആ ഒരു ഭാഗം നമ്മുടെ ഡാണിങ് നീഡിൽ വെച്ചിട്ട് അകത്തോട്ടൊന്ന് കയറ്റി, അതായത് ആ ഒരു സ്റ്റിച്ചിൻ്റെ കുറച്ച് താഴോട്ട് കയറ്റി, അതായത് മേളിലത്തെ 5 സിംഗിൾ ക്രോഷറ്റ് ഉണ്ടല്ലോ അതിനകത്ത് 3-മത്തെയോ 2-മത്തെയോ അല്ലെങ്കിൽ 4-മത്തെയോ ഒക്കെ സ്റ്റിച്ചിലോട്ട് ഒന്ന് ഇൻസേർട്ട് ആക്കിയിട്ട് അകത്തോട്ട് വെച്ച് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. അതെ ഇതുപോലെ. അപ്പം അങ്ങനെ ഇതിൽ പൊങ്ങിയിരിപ്പുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് നല്ല ടൈറ്റായിട്ട് തന്നെ വെക്കണം. അപ്പോൾ ഒരുപാട് തവണ നിങ്ങളിതുപോലെ ചെയ്താലേ ഇത് അഴിഞ്ഞു വരാത്ത രീതിയിൽ ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുറേ തവണ ചെയ്യണം. അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് യാൺ അവിടെ വെച്ച് കട്ട് ചെയ്യാം. അത്യാവശ്യം ഒരു കെട്ടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതായത് നമ്മുടെ ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമ്മൾ ചെയിൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ടെയിൽ ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ടെയിൽ നമ്മൾ, അതായത് ലോങ് ടെയിൽ വെച്ച് നമ്മൾ കെട്ടുന്നത്. അപ്പോൾ ഒരു ബിഗിനിങ് ഓഫ് ദ സ്റ്റിച്ചിൽ ആ ഒരു ടെയിലും അതുപോലെ തന്നെ ഈ ഒരു തീരാകുമ്പം നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ലോങ് ടെയിലും രണ്ടും കൂടി എന്ത് ചെയ്യണം, കൂട്ടി നല്ല ടൈറ്റായിട്ട് കെട്ടി വെക്കണം. സോ അങ്ങനെ ഒന്ന് കെട്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് ഫിനിഷ് ആവും. ടൈറ്റായിട്ട് ഇതെല്ലാം കിട്ടിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതെല്ലാം സേവ് ചെയ്തിട്ട് താഴോട്ട് നമുക്ക് ആക്കിയാണെങ്കിലും വെക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ ഇതുപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ റൈറ്റ് സൈഡിൽ ഐയുടെ പാറ്റേൺ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.